അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ശ്രീ ടി ഡി രാമകൃഷ്ണനാണെങ്കിൽ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന നോവലിലൂടെ കുന്നുംകുളത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള സംസ്കാരമുണ്ട് എന്ന് എഴുതി വയ്ക്കുകയും ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇതൊന്നുമുള്ളതല്ല, ഇതൊക്കെ ആശയങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്തിന് ഈ ലോകം മുഴുവൻ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനുള്ള സാവകാശം ഒരുക്കിയ ഒരു മഹാനുഭാവനാണ് ശ്രീ ടി ഡി രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവൽ ആണ്ടാൾ എന്ന സുഗന്ധി എന്ന ആണ്ടാൾ നായകി ശ്രീലങ്കൻ പശ്ചാത്തലത്തിൽ എഴുതിയ നോവല് ഇപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും വിഖ്യാതരായ എഴുത്തുകാരെ കൊണ്ടും നാടകകൃത്തുക്കളെ കൊണ്ടും സാംസ്കാരിക ചിന്തകരെ കൊണ്ടും നമുക്ക് നല്ല വാക്കുകൾ കിട്ടും എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ എഴുത്തിൻ്റെ പാരമ്പര്യം, ഭാഷയുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മലയാള ഭാഷയായി ഇത് പരിണമിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്കാരം എന്ന് പറയുന്ന മഹത്തായ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ആർഷഭാരത സംസ്കാരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ സംസ്കാരം ഉണ്ടാകുന്നത് ഒരു ഭാഷയിൽ നിന്നല്ല, ഒരു ജീവിത ശൈലിയിൽ നിന്നാണ്. കേരളത്തിൽ ഉടലെടുത്ത ആദ്യത്തെ കവിത രാമചരിതം. ഉരയിപ്പതേതു മരുദേവരോടും ഒരു പൊയ്യന്മയുടെ മകമേ നിനയിന്തിരിക്കും മന്നൻ അരുൾ ചെയ്യുന്നു. ഇരുൾചായലെ മഞ്ഞിലയോത്തിയിൽ കരുത്തുമിക്ക അരചർനായകർക്ക് കയലേലെ കണ്ണി തൈരതർക്ക് ഞാൻ ഒരുത്തൻ മൈന്തരിൽ എനക്കിളയവനിവൻ എന്നിവർ ഇരിപ്പിടം എന്ന് പറഞ്ഞിട്ട് ആദ്യമായി മലയാളത്തിൽ രാമചരിതം എഴുതിയ ചീരാമൻ. അതിനുശേഷം തുടർന്നിങ്ങോട്ട് വരുന്ന നാടകീയ പാരമ്പര്യവും മണിപ്രവാള സംസ്കൃതിയും ഒക്കെ കടന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹിത്യത്തിൻ്റെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ലോകത്തിലേക്കും ഒരു സമന്വയം നടത്തുന്ന ഒരു സമ്മേളനമാണ് ഇത്. നിങ്ങളും വായിക്കണം, വായിച്ച് വളരണം. വായനയിലൂടെ അടുത്ത ലോകത്തെ നമുക്ക് കാണാം. നിങ്ങളിൽ നിന്ന് പടർന്ന് പന്തലിക്കുന്ന ഭാരതത്തിൻ്റെ സംസ്കാരം ആർഷഭാരത സംസ്കാരത്തിൽ നിന്ന് തുടങ്ങി ഇന്നിലെത്തി നാളെയിൽ നിങ്ങളിലുള്ള പ്രതീക്ഷകളിൽ APJ അബ്ദുൽ കലാം പോലെയുള്ള മഹത്തായ പ്രതിഭാശാലികളുടെ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്ന ഒരു പാരമ്പര്യം. നിങ്ങൾ വളർന്നു വലുതാകും, ഈ ഭാരതത്തിൻ്റെ അഭിമാനമാകും. 3000-ഓളം വരുന്ന കുട്ടികൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പടികളേറി നിങ്ങൾ വളർന്നു വരുമ്പോൾ ഈ കുന്നംകുളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലൂടെ ഊന്നി വളർന്നു വന്ന് ബഥാനിയൻ എന്നുള്ള പേരിൽ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ടാകും. എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, Father, for that inspiring words.